ആഗസ്റ്റ് 19-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബയോവീവേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഇത്തരത്തിലുള്ള കൂടുകൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫ്ലൈയിങ് ആർക്കിടെക്ചർ, അതായത് പറക്കുന്ന ശില്പികൾ എന്നറിയപ്പെടുന്ന ഈ ഒരു ഫ്ലൈയിങ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ബയോവീവേഴ്സ് എന്ന് പറയുന്ന പക്ഷിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ബയോവീവേഴ്സ്, എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി എന്താണ് ഈ ബയോവീവർ എന്ന് ഓർത്തേക്കുക, ഇതൊരു ബേർഡാണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വയ്ക്കേണ്ട കാര്യം. അപ്പോൾ ബയോവീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീവർ എന്ന് പറയുന്നത് നെയ്യുന്നതാണ്. ബയോവീവർ എന്ന് പറയുന്ന ഒരു ബേർഡാണ്. കോമൺലി നമ്മുടെ രാജ്യത്തൊക്കെ കാണുന്നതാണ്. സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കാണുന്ന ഒരു പക്ഷിയാണ് ഈ ഒരു ബയോവീവർ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ഇതിൻ്റെ നെസ്റ്റ് ബിൽഡിംഗ് സ്കിൽ, അതായത് അതിൻ്റെ കൂടുണ്ടാക്കുന്ന കഴിവിൻ്റെ പേരിലാണ് അത് പ്രശസ്തമായിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ മരത്തിൻ്റെ മേലെയൊക്കെ തൂങ്ങുന്ന ലോങ് ആയിട്ടുള്ള ഹാങ്ങിങ് നെസ്റ്റുകൾ ഉണ്ടാക്കും. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനൊരു ബൾബസ് ആയിട്ടുള്ള ചേമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു നാരോ ട്യൂബുലർ ആയിട്ടുള്ള എൻട്രൻസ് ഉണ്ടാവും. അതായത് കൂട് നോക്കുവാണെങ്കിൽ ഇതിങ്ങനെ തൂങ്ങുന്നുണ്ടാവും, ഇതിനൊരു ബൾബസ് ആയിട്ടുള്ള ചേമ്പർ ഉണ്ടാവും, അതിനുശേഷം ഒരു നാരോ ആയിട്ടുള്ള എൻട്രൻസും ഉണ്ടാവും. ഇതാണ് ഈ ഒരു കൂടുകളുടെ പ്രത്യേകതയായിട്ടുള്ളത്. ഇവിടെ കാണാൻ വേണ്ടി ബൾബസ് ഉണ്ടാവും, പിന്നെ ഒരു നാരോ എൻട്രൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ വഴി കൂടിൻ്റെ അകത്തേക്ക് പക്ഷികൾ പോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൽ ബയോവീവർ, അതായത് ഇതിന് മെയിൽ പക്ഷിയാണ്, ആൺപക്ഷിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് മെയ്റ്റിനെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ കൂടുതൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതെന്ന് കൂടി ഓർത്ത് വെക്കാം. നാച്ചുറലി ഇത് ഗ്രാസ്ലാൻഡ് പ്രദേശത്താണ് ഈ ഒരു ബയോവീവറിനെ കാണുന്നതായിട്ടുള്ളത്. അതായത് പുല്ലുകളൊക്കെ നിറഞ്ഞ സ്ഥലത്താണുള്ളത്. പക്ഷേ റാപ്പിഡായിട്ടുള്ള അർബനൈസേഷനും നഗരവൽക്കരണവും അതുപോലെ ലാൻഡ് യൂസിൽ ഉണ്ടാവുന്ന ചേഞ്ചസും മറ്റുമൊക്കെ ഇതിൻ്റെ ഹാബിറ്റാറ്റ് ലോസിന് കാരണവും ഈ ബേർഡ് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി വരും. പക്ഷെ ഓർത്ത് വെക്കാം, IUCNൻ്റെ റെഡ് ലിസ്റ്റ് പ്രകാരം ലീസ്റ്റ് കൺസേൺ കാറ്റഗറിയിൽ വരുന്ന ഒരു പക്ഷിയാണ്. അതായത് ഇതിൻ്റെ പോപ്പുലേഷന് കാര്യമായിട്ടുള്ള ത്രെട്ട് ഒന്നുമില്ല. ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972 വെച്ച് നോക്കുകയാണെങ്കിലും ഇത് ഷെഡ്യൂൾ 4-ൽ വരുന്ന ഒരു പക്ഷിയാണ്. അതായത് ഇതിനും കാര്യമായിട്ടുള്ള ത്രെട്ട് ഇന്ത്യയിലും ഇല്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഈ പിക്ചർ വന്നതുകൊണ്ട് ആർക്കിടെക്ട് ഓഫ് ദി നേച്ചർ എന്ന രീതിയിലൊക്കെ വിളിക്കുന്നുണ്ട്, ബേർഡ്സിലെ ആർക്കിടെക്ചർ എന്നൊക്കെ വിളിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ബയോവീവേഴ്സ് എന്ന പേര് ഒന്ന് ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു 3 വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രൻ്റ് വർക്കേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ ആക്ച്വലി നമ്മൾ കർണാടകത്തിലെ, കേരളത്തിലെ, തമിഴ്നാട്ടിലെ ഈ 3 സ്റ്റേറ്റിൽ നിന്നുള്ള മൈഗ്രൻ്റ് വർക്കേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേത് കർണാടകം കൊണ്ട മൈഗ്രൻ്റ് വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ലോ, അല്ലെങ്കിൽ ഗിഗ് സെക്ടറിലുള്ള ലോയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഈ കർണാടകത്തിൽ ബംഗളൂരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ IT ഹബ്ബാണ്. ഒരുപാട് ആൾക്കാർ ബംഗളൂരിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് റൂറൽ മേഖലകളിൽ നിന്നും. എന്തിനു വേണ്ടിയിട്ട്? ബെറ്റർ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത്തരത്തിൽ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വരുന്ന ആൾക്കാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അവരവിടെ പുതിയ എക്കണോമിക് നീഡ്സും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നോക്കും. അപ്പോൾ അവരുടെ സ്വന്തം നാട്ടിൽ അവർക്ക് കൃത്യമായിട്ടുള്ള വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല, തൊഴിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തൊഴിലുകൾക്ക് വേണ്ടിയിട്ട് ഇവർ ബംഗളൂരു പോലുള്ള അല്ലെങ്കിൽ കർണാടകം പോലുള്ള സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ബെറ്റർ ആയിട്ടുള്ള വേജസ് കിട്ടും, കൂടുതൽ വരുമാനം കിട്ടും, ജോബ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. പ്രത്യേകിച്ചും ഗിഗ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ലാത്ത സിസ്റ്റത്തെയാണ് നമ്മൾ ഗിഗ് എക്കണോമി എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള ഗിഗ് എക്കണോമിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് വലിയ വേതനം കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ വലിയ വേതനം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ലിവിങ് കണ്ടീഷൻസ് പൂറാണ്, വളരെ മോശം ലിവിങ് കണ്ടീഷൻസിലൊക്കെയാണ്. ഒരു റൂമിൽ തന്നെ 5-6 ആൾക്കാരൊക്കെ ആയിട്ടാണ് താമസിക്കുക. അതായത് ഇവർക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസസിന് പോലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് മാത്രമാണ് കിട്ടുന്നുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഗിഗ് വർക്കേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യുന്ന, അത് കേരളത്തിലായിക്കോട്ടെ, തമിഴ്നാട്ടിലായിക്കോട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, നേരിടുന്ന പ്രശ്നങ്ങൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ജോബാണ്, വളരെ കുറഞ്ഞ വേതനമാണ്, ഹൈ കമ്മീഷൻ റേറ്റ് ആണ് അവിടെ ഈടാക്കുന്നതായിട്ടുള്ളത്. അതായത് ഇവർ ചെയ്യുന്ന ജോലിയിൽ നിന്നും കൂടുതലായിട്ട് കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതേപോലെ ഇവർ മറ്റൊരു സ്ഥലത്ത് വന്ന് ജോലി ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ലോക്കലായിട്ടുള്ളൊരു സപ്പോർട്ടോ മറ്റൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം ചൂഷണത്തിന് വിധേയരായി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. അതായത് ഇവിടെ വന്ന് നമ്മളിപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരെ നമ്മൾ ചൂഷണം ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് കുറഞ്ഞ വേതനം കൊടുത്തിട്ട് തൊഴിൽ ചെയ്യിക്കുന്ന രീതിയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതേപോലെ ഇവരുടെ ഏർണിങ്സ് അൺപ്രഡിക്റ്റബിൾ ആണ്. ചില ദിവസം നല്ല വരുമാനം ഉണ്ടാവും, ചില ദിവസം ഒന്നും തന്നെ വരില്ല. അതായത് ആക്ച്വലി എക്കണോമിയിലുള്ള അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ഡിമാൻഡും മറ്റു കമ്മീഷൻ സ്ട്രക്ചേഴ്സിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം ഇരിക്കുന്നതായിട്ടുള്ളത്. ഇപ്പോൾ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഡെലിവറി റോൾസിലാണ്. ഇത് വലിയൊരു ഹസാർഡാണ്, പ്രത്യേകിച്ചും ഇത്രയും
ട്രാഫിക് ഉണ്ട്, ഒരുപാട് ട്രാഫിക് ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട്, പൊല്യൂഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഹസാഡസ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലുള്ള ഒരു ജോബായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി പറ്റും, പ്രത്യേകിച്ചും ഫുഡ് ഡെലിവറി ബോയ്സിൻ്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് കർണാടക കോട്ട ഫോർ ലോക്കൽ ബില്ല് കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ള ഓർത്തുക. കോട്ട ഫോർ ലോക്കൽ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഡിസ്കസ് ചെയ്യുന്നു. കർണാടകത്തിൽ നിശ്ചിത ശതമാനം ജോലികൾ അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ, കന്നഡ സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുക എന്നതാണ് ഉദ്ദേശം. ഇത് ആക്ച്വലി ഇത് ഡയറക്റ്റ്ലി ആരെ ഇമ്പാക്റ്റ് ചെയ്യില്ല, നമ്മുടെ ഗിഗ് വർക്കേഴ്സിനെ ഇമ്പാക്റ്റ് ചെയ്യില്ല. ബിക്കോസ് ട്രഡീഷണൽ എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിലാണ് ഈ ഒരു നിയമം വരുന്നതായിട്ടുള്ളത്. പക്ഷേ ട്രഡീഷണൽ എംപ്ലോയ്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെ ഇത് കാര്യമായിട്ട് ബാധിക്കും, അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയാൻ വേണ്ടിയിട്ട് കാരണമാകും എന്നുള്ളതാണ് ഈ ഒരു ലോക്കൽ റിസർവേഷൻ കൊണ്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ലോക്കൽ വേഴ്സസ് മൈഗ്രൻറ്റ് വർക്കർ ടെൻഷനിലേക്ക് വരെ കാരണമാകാം. ഇത് കൂടുതൽ ഡിസ്ക്രിമിനേഷന് കാരണമാകാം എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ജോലി സാഹചര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസിലൊക്കെ ഇത് വളരെയധികം കുറയുന്നതിന്, പ്രത്യേകിച്ചും ഫോർമൽ സെക്ടറിൽ, അതായത് ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളും മറ്റുമൊക്കെ ഈ മൈഗ്രൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് തൊഴിൽ കിട്ടാനുള്ള സാധ്യത കുറയുന്നതിന് വേണ്ടിയിട്ട് ഇത് കാരണമാകാം. ഇത് ഇവർക്ക് ചെറിയ വേതനത്തിന് ഇൻഫോർമൽ സെക്ടറിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരെ ചൂഷണം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗിഗ് വർക്കേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവരുടെ ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഉറപ്പുവരുത്തുക എന്നുള്ളത്, അവർ ഇറസ്പെക്റ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിലുള്ള ആൾക്കാരായാലും അവർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ, അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതും ഒക്കെ അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെ പ്രത്യേകിച്ചും ലോക്കൽ റിസർവേഷൻ ഡിബേറ്റുകളിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് മിനിമം വേജസ് കിട്ടുന്ന രീതിയിൽ, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് ഗിഗ് വർക്കേഴ്സിന് ഉണ്ടാകുന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, പോളിസികൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരെയും മൈഗ്രൻ്റ് വർക്കേഴ്സിന് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എൻവയോൺമെൻ്റ് ആണ് ഒരു സ്റ്റേറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ അവരുടെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇനീക്വാലിറ്റീസിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് കർണാടകം പോലുള്ള സംസ്ഥാനം ചെയ്യേണ്ടതെന്നാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത തമിഴ്നാടുവിലുള്ള ഈ ഒരു മൈഗ്രൻ്റ് വർക്കേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ആക്ച്വലി തമിഴ്നാടുവിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ ഒരുപാട് മൈഗ്രൻ്റ് വർക്കേഴ്സ് കാവേരി ഡെൽറ്റ പ്രദേശത്തേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ചും അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്, അതായത് കൃഷി സ്ഥലത്ത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.